വിഴിഞ്ഞം പോർട്ടിൻ്റെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സതീശനെ ഊരാക്കുടുക്കിലാക്കിയിരിക്കുന്നു ദിവ്യ എസ് അയ്യർ. ആരാണ് ദിവ്യ എസ് അയ്യർ? കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയിരുന്നു ദിവ്യ എസ് അയ്യർ. അവരെടുത്ത ശക്തമായ തീരുമാനങ്ങൾ അദാനിക്ക് വലിയ അലോസരം ഉണ്ടാക്കി. പിണറായി സർക്കാരിൻ്റെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള നയങ്ങളെ, ആശയങ്ങളെ അതേപടി സ്വീകരിക്കുകയും അതിനനുസൃതമായി അഴിമതിയില്ലാതെ വിഴിഞ്ഞം പോർട്ടിനെ കൊണ്ടുപോവുകയും ചെയ്ത IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ. കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ്റെ ഭാര്യയാണ് അവർ. കോൺഗ്രസിൻ്റെ സൈബർ പട ദിവ്യ എസ് അയ്യർക്ക് നേരെ വളരെ മോശപ്പെട്ട ആ രീതിയിലുള്ള അസഭ്യം കലർന്ന, അശ്ലീലം കലർന്ന ആക്രമണം അന്ന് നടത്തി. അതിന് ദിവ്യ എസ് അയ്യരുടെ ശക്തമായ പോരാട്ടത്തിന് പകരം ബലിയാടാകേണ്ടി വന്നത് അവരുടെ ഭർത്താവായ KS ശബരിനാഥനാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു പ്രതിനിധിയാക്കി ഒതുക്കി. ഇപ്പോൾ UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവാണ്, അത് സ്വാഭാവികം. പിന്നീട് നേമത്ത് നേർച്ചക്കോഴിയാക്കി അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോയി. VD സതീശൻ്റെ കണ്ണിലെ കരടായിരുന്നു ദിവ്യ എസ് അയ്യർ. അതേസമയം ഇടതുപക്ഷത്തെ ആശയങ്ങളോട് ഓരം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു അവർ. പിണറായി വിജയൻ്റെ നിലപാടുകൾ, ആ നിലപാടുകൾ സത്യത്തിൻ്റെ മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞ IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യ. N പ്രശാന്ത്, B അശോക് തുടങ്ങിയവരെ പോലെ പിണറായി വിജയന് എതിരെ ആഞ്ഞടിക്കാനൊന്നും ദിവ്യയെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ദിവ്യയില്ല. അദാനിയുടെ നിയമലംഘനങ്ങൾ നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുണ്ട് ദിവ്യ. അദാനി ഗ്രൂപ്പ് നിയമം ലംഘിച്ച് ഓഹരി വിൽക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ദിവ്യ ശക്തമായ ഇടപെടലുകൾ നടത്തി. 2024 ഡിസംബർ മുതൽ ഓഹരി കൈമാറ്റത്തിന് അർഹതയുണ്ടെന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. 49% ഓഹരി കൈമാറാൻ വേണ്ടി അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിണറായി സർക്കാർ അതിന് അനുമതി കൊടുത്തില്ല. വിഴിഞ്ഞം പോർട്ടിൻ്റെ MD എന്ന നിലയിൽ സർക്കാരിൻ്റെ അധീനതയിലുള്ള പോർട്ടിൽ ഓഹരി വിറ്റ് ലാഭമുണ്ടാക്കാൻ പറ്റില്ല എന്ന ശക്തമായ തീരുമാനം ദിവ്യ എസ് അയ്യർ എടുത്തു. എന്തായാലും സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം തൻ്റെ ഗുഡ് ലിസ്റ്റിലില്ലാത്ത ദിവ്യയെ നിമിഷം കൊണ്ടാണ് സ്ഥലം മാറ്റിയത്. ഇപ്പോൾ അദാനി 49% ഓഹരി MSC കമ്പനിക്ക് വിൽക്കാൻ പോവുകയാണ്. മിഷൻ സമുദ്രയുടെ ഭാഗമായിട്ടാണ് അദാനി ഈ ഓഹരി വിൽക്കാൻ പോകുന്നത്. അതായത് മിഷൻ സമുദ്ര സതീശൻ്റെ പദ്ധതിയാണ്. സതീശൻ താരതമ്യേന അപ്രസക്തമായ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തത് തന്നെ അദാനിക്ക് വേണ്ടിയാണ് എന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്നു. അദാനി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ കളിച്ച കളിയൊക്കെ പല വീഡിയോകളിലായി പൊളിറ്റിക്സ് കേരള പറഞ്ഞിട്ടുണ്ട്. സതീശൻ്റെ മംഗലാപുരം യാത്ര, അദാനിയുടെ ചെയർമാൻ കിഷോർ ആൽവയും ആയിട്ടുള്ള കൂടിക്കാഴ്ച ഒക്കെ വിവാദമാണ്. അതൊന്നും മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് ഒരു വെളിപ്പെടുത്തൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് പൊതുമുതൽ അദാനിക്ക് തീരെഴുതി കൊടുക്കുകയാണ് സതീശൻ. അത് KK രാഗേഷ് പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാം. പക്ഷേ ദിവ്യയെ മാറ്റാൻ പിണറായി സർക്കാരിന് മേൽ നിരന്തരം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്നു അദാനി. അപ്പോൾ പിണറായി വിജയൻ തിരിച്ചു കൊടുത്ത മറുപടി, പോർട്ടിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ്. പല പ്രാവശ്യം ദിവ്യയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതി. 2024 മുതൽ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ ഓഹരി വിൽക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതിനെ തടഞ്ഞത് ദിവ്യയുടെ ശക്തമായ ഇടപെടലാണ്. നമ്മുടെ തീരപ്രദേശം, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വിദേശ കമ്പനിക്ക്
തീറെഴുതി കൊടുക്കുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് ദിവ്യ അയ്യർ എടുത്തത്. അതിന് അവരോട് പ്രതികാരം ചെയ്തിരിക്കുകയാണ് സതീശൻ. ഇപ്പോൾ മാധ്യമങ്ങൾ, ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് അദാനി ഗ്രൂപ്പ് ദിവ്യയ്ക്ക് പിണറായി സർക്കാരിന് അയച്ച കത്ത് പുറത്ത് വിട്ടിട്ടുണ്ട്. ദിവ്യയുടെ സ്ഥലം മാറ്റം, ദ്രുതഗതിയിൽ ദിവ്യയെ സ്ഥലം മാറ്റിയത് സതീശന് വലിയ വിനയായി മാറുകയാണ്, വലിയ ഊരക്കൊടുക്കായി മാറുകയാണ്.